കേട്ടില്ലേ? ഈ പെണ്ണിന് ഇതുവരെ എഴുന്നേക്കാറായില്ലേ? വിളിച്ചു വിളിച്ച് ഞാൻ മടുത്തു. കെട്ടിച്ചു വിടേണ്ട പെണ്ണ എണീക്കത്തുമില്ല, പള്ളി പോത്തുമില്ല. ഈ തള്ള ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ആകെ കൂടെ കിട്ടുന്ന ഒരു ഞായറാഴ്ചയാ. എന്തൊരു ശല്യ ഇത്. 12 കൊല്ലം നീ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതല്ലേ കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന്. എന്നിട്ട് ഇങ്ങനെ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുവാണോ? എന്നിട്ട് അന്തോണി സേറ്റില്ലല്ലോ. അവൻ സൺഡേ സ്കൂളിലെ ഫസ്റ്റ് അല്ലേ? എന്നിട്ട് അവൻ പള്ളിയിൽ പോകുന്നില്ലല്ലോ. എന്നിട്ട് എന്നെ മാത്രം എന്നെ അമ്മ വഴക്ക് പറയുന്നേ? നിന്നെ കണ്ടല്ലേ അവൻ പഠിക്കുന്നേ, പിന്നെ എങ്ങനെ നന്നാവാനാ? രാവിലെ തന്നെ അമ്മയും മാണകൊണിയും തുടങ്ങി. ഇന്ന് കുടുംബക്കൂട്ടായ്മ ഇവിടെ വെച്ചല്ലേ നടക്കുന്നത്. ഇവിടെ വൃത്തിയാക്കിയില്ലെങ്കിൽ നാണക്കേടാകും. എനിക്ക് 2 കൈയും 1 കാലുമേ ഉള്ളൂ. അതിനിപ്പോ ഇവിടെ ഇത്ര കുഴപ്പം? ഇങ്ങനെയൊക്കെ കിടന്നാ പോരെ? കഴിഞ്ഞ മാസം വെട്ടുകല്ലിൽ മേരിയുടെ വീട്ടിലായിരുന്നു പ്രാർത്ഥന. അവളുടെ വീട് വളരെ വൃത്തികേടായിരുന്നു. അതും പറഞ്ഞ് ഞാൻ അവളെ ഒരുപാട് നാട്ടിച്ചതാ. അമ്മയുടെ ഒരു കാര്യം, ഇതിനായിട്ടാണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നേ? ഇങ്ങനെയുള്ളപ്പോഴല്ലേ മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ പറയാൻ പറ്റൂ. നിങ്ങൾ എന്നാനെ കാണിക്കേ, ഞാൻ കാപ്പിക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരാം. പള്ളിയിൽ പോയി തിരികെ വരുമ്പോൾ വാങ്ങിയാ പോരെ? മക്കൾക്ക് ദുർമാർഗത കാണിക്കാൻ പള്ളിയിലും പോകില്ല, പിന്നെ എങ്ങനെ മക്കൾ നന്നാവും? പള്ളി പോയില്ലെങ്കിൽ എന്നാ, ഇവിടെ പ്രാർത്ഥന ഉള്ളതല്ലേ. പള്ളിയിലെങ്ങും കാണുന്നില്ലെന്ന് അച്ഛൻ ഇവിടെ പരസ്യമായി പറയും. ഞാൻ പള്ളി ചെല്ലുമ്പോഴേക്കും ബെഞ്ചുകളെല്ലാം ഫുള്ളായിരിക്കും. എനിക്കാണെങ്കിൽ പടിഞ്ഞിരിക്കാനും മേല, കൊണ്ടിക്കൊക്കെ വേദനയാ. നേരത്തും കാലത്തും പള്ളി പോണം. അതെങ്ങനെയാ? പാതി കുർബാനക്കല്ലേ പള്ളി ചെല്ലുന്നേ. ഞാൻ ചെല്ലുമ്പോ സീറ്റ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്തായാലും ഇന്ന് നേരത്തെ പൊക്കോ. നമുക്കിട്ട് പാര വെക്കാൻ പല ശിങ്കിടികളും അച്ഛന്റെ കൂടെ ഉണ്ട്. ഞാനൊന്ന് ഒന്നുകൂടി പോയി കിടക്കട്ടെ. നീ ആ അന്തോണീസിനെ വിളിച്ച് മുറ്റത്തെ പള്ള പറിച്ച് ഇവിടെ എല്ലാം വൃത്തിയാക്ക്. അല്ലെങ്കിൽ ആൾതാമസം ഇല്ലാത്ത വീടാന്ന് കരുതും. കാപ്പിക്ക് എന്താ കടി വാങ്ങിക്കേണ്ടത്? പപ്സ് മതിയോ? പപ്സ് വേണ്ട, ഉഴുന്നോടിയോ ബിസ്ക്കറ്റോ മതി. കഴിഞ്ഞ പ്രാവശ്യം ബിസ്ക്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ. പപ്സും ബോളിയും മതി. തീറ്റയുടെ കാര്യം കേട്ടപ്പോഴേ ചാടി എഴുന്നേറ്റു. തീറ്റാന്നൊരു വിചാരേ ഉള്ളൂ. നീ കൂടുതൽ തല വാങ്ങിക്കണ്ട, എനിക്കറിയാം എന്താ മേടിക്കേണ്ടതെന്ന്. നിങ്ങൾ എന്താന്ന് വെച്ചാ പോയി വാങ്ങിക്കേ. അന്തോണീസ്, നീ പോയി മിറ്റത്തെ കളയെല്ലാം പറിച്ചോ? ഞാനിവിടെ തുടയ്ക്കാം. ഇവിടെ എന്തിനാ പതിവില്ലാതെ തുടയ്ക്കുന്നത്? നിന്റെ കല്യാണം വല്ലോ ആണോ? പോടാ, നിന്റെയാ. അമ്മ എന്തിയേ? ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? അതെ, ആരോടും പറയണ്ട. ഒളിപ്പിക്കേണ്ടതൊക്കെ അമ്മ അവിടെ ഒളിപ്പിച്ചു വെച്ചോണ്ടിരിക്കുക. നീ എന്താണ് ഇത്ര താമസിച്ചേ? സമയാകുന്നതിന് മുമ്പ് നമുക്കെല്ലാം ഒരുക്കി വെക്കണ്ടേ? നീ ഒന്ന് കൂട്. ബൈബിളും തിരിയൊക്കെ എവിടെയാ എടുത്തു വെച്ചേക്കുന്നേ? കഴിഞ്ഞ പ്രാവശ്യം കുടുംബക്കൂട്ടായ്മ പ്രാർത്ഥനയ്ക്ക് എടുത്തതാ. എവിടെയാ പിന്നെ അത് കൊണ്ടേ വെച്ചെന്ന് ഓർക്കുന്നില്ല. എടി ഹെല, എവിടെ നിന്നാണെങ്കിലും തപ്പി എടുത്തോണം. നിന്റെ പുസ്തകത്തിന്റെ കൂടെ ഉണ്ടോ നോക്ക്. ഇതാണോ ബൈബിൾ? എടാ പൊട്ട, ഇത് ലൈബ്രറിയിൽ എടുത്തോണ്ടെന്ന നോവലാ. അല്ല, ബൈബിളിന്റെ ആവശ്യമുണ്ടോ? അതെന്താന്നോ, ബൈബിൾ എടുത്ത് വായിച്ചിട്ട് അച്ഛൻ സന്ദേശം പറയുന്നേ. കൊറേ കാലമായില്ലേ അച്ഛൻ ബൈബിളും പിടിച്ചു നടക്കുന്നു. നീ അത് വായിച്ചിട്ട് വേണോ അച്ഛന് സന്ദേശം പറയാൻ? ആ, സാരമില്ല. നമ്മുടെ അച്ഛന് കാണാണ്ട് ഇതൊന്നും അറിയത്തില്ലെന്നാ തോന്നുന്നേ. ഞാൻ പോയി എന്റെ വീട്ടിൽ പോയി ബൈബിൾ എടുത്തിട്ട് വരാം. അതിനവിടെ ഉണ്ടോ? നീ കൂടുതലൊന്നും പറയണ്ട. ഞാൻ എന്റെ കുടുംബ പ്രാർത്ഥനയിൽ ബൈബിൾ വായിക്കുന്നത് എന്നും. എടാ അന്തോണി, കപ്പളം വെട്ടി നമുക്ക് ഇവൾക്കൊരു രൂപക്കൂടെ ഉണ്ടാക്കാം. ശേ, നീ പോടി, ചുമ്മാ തമാശ പറയാതെ. അതിരിക്കട്ടെ, അയൽപ്പക്കാരെയൊക്കെ വിളിച്ചോ? ആ അന്നേ ഞാൻ വിളിച്ചില്ല. വിളിച്ചാലും അവള് വരില്ല. അവൾക്ക് എന്തൊരു ജാടയാ. കണ്ണെടുത്താ കണ്ടൂടെ എനിക്ക് അവളെ. നിന്റെ ഒരു കാര്യം, കസേര ഇത്രേ ഉള്ളോ? വരുന്നവരെയൊക്കെ തറയിരുത്താനാണോ നിന്റെ ഉദ്ദേശം? എന്നാ ശരി, ഞാൻ ബൈബിളും കസേരയും വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വരാം. മക്കളെ, നിങ്ങളും കൂടെ വായന്റെ കൂടെ.
എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും വന്നോ? എന്നാ നമുക്ക് പ്രാർത്ഥന തുടങ്ങിയാലോ? പുസ്തകം എടുത്ത് എല്ലാരും പ്രാർത്ഥന ചെല്ല്. കണ്ണാടി എടുത്തില്ല അച്ഛാ. എനിക്കും പുസ്തകം വേണ്ട, ഞാനും കണ്ണാടി എടുത്തില്ല. എനിക്കും വേണ്ട, എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. പരിശുദ്ധാത്മാവേ നീഴും നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിലടച്ചു ഭൂമിയിൽ നിർക്കടിക്കും പ്രകാശമേ. നമുക്കിനി കാർസൂസ പ്രാർത്ഥന ചെല്ലാം. മാറി മാറി എല്ലാരും ചെല്ലണം. സമാധാനത്തിന്റെ രാജാവായി ഈശോയെ, ഞങ്ങളുടെ ഭവനങ്ങളിൽ അവിടുന്ന് രാജാവായി വാഴണമേ. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഉറവിടങ്ങളായി ഞങ്ങളുടെ ഭവനങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുട്ടിയിലുള്ള രോഗികൾ, ആകുല ദുഃഖിത പ്രയാസമായ മാനസിക സാമ്പത്തിക ക്ലേശ ഇവരെയൊക്കെ സമാധാനിപ്പിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉടവകയാകുന്ന കുടുംബത്തെ സ്നേഹത്തിലും കൂട്ടായ്മയിലും വളർത്തണമെന്ന് നായുടെ ഇടവകയെ നയിക്കുന്ന വികലാംഗനായ അച്ഛനെയും സന്യാസിനികളെയും മറ്റെല്ലാ പ്രേക്ഷിതരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവമേ, ഈ ഭവനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുവാൻ അവിടുന്ന് തിരുമനസായി. ഭവനം തോറും ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കാനും കൂട്ടായ്മയോടെ ജീവിക്കുകയാനും ചെയ്ത ആദിമക്രിസ്തൻ സമൂഹത്തെ പോലെ ഒരുമയോടെ ജീവിക്കാനും പരസ്പരം പങ്കുവയ്ക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത പ്രാർത്ഥന ഏത് വീട്ടിൽ വെച്ചാ? അച്ചോ, അടുത്ത പ്രാർത്ഥന നമുക്ക് കപ്പമുട്ടിൽ ഏലിയുടെ വീട്ടിൽ വെച്ച് നിർത്താം. അവിടെ വെച്ച് ഞാനങ്ങ് വരില്ല അച്ചോ. അതെന്താ? അവരങ്ങ് ഇങ്ങോട്ട് വരത്തില്ല. അല്ലെങ്കിലും അവരത്ര ശരിയല്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിണക്കമൊക്കെ മാറി സ്നേഹത്തിലാകാൻ വേണ്ടിയാണ് കുടുംബ കൂട്ടായ്മ നടക്കുന്നത്. അയൽപക്കക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരിക്കണം. അടുത്ത പ്രാവശ്യം എല്ലാവരും പ്രാർത്ഥനയ്ക്ക് വരണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കോമഡി സ്കിറ്റ് കുടുംബ കൂട്ടായ്മ ഇവിടെ സമാപിക്കുന്നു. അരങ്ങത്ത് നിസ മരിയ, ഹെലൻ മരിയ, മിഥുൻ, അന്റോണിയസ്, മൃദു, ബെൻസൺ. സ്പെഷ്യൽ താങ്ക്സ് ടു ഫാദർ ജോസഫ് മുണ്ടക്കൻ, മിനി ടീച്ചർ, സിസ്റ്റർ മെറീന, ജോഷി സാർ, ടോബിൻ ചേട്ടൻ, മേഘ ചേച്ചി, ശ്രേയസ്, തേജസ്, പ്രണവ്, നിവാൻ.